ഇനി നമ്മൾ 11ാമത്തെ കണക്കിലേക്കാണ് പോകുന്നത്. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 8% ഗോട്ട് ഫോർ എ സർട്ടൻ എമൗണ്ട് ആഫ്റ്റർ 2 years 200 rupees. If the interest is compounded annually, what would be the interest for the same amount at in the same after same rate after 2 years? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം 8% പ്രകാരമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല. അത് പ്രകാരം 8%ന് ഒരു സർട്ടൈൻ എമൗണ്ട്, ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഒരു കുറച്ച് എമൗണ്ട്, കുറച്ച് തുക ബാങ്കിലിട്ടിരിക്കുകയാണ്. അത് 8% ആണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത് 200 ആണ്, 200 രൂപയാണ് കിട്ടിയത് കേട്ടോ. അതായത് ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി, പിന്നീട് കോമ്പൗണ്ടായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോ ഇതേ റുപ്പീസ് കൊണ്ടുവന്ന് സെയിം എമൗണ്ട്, ദ ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം എമൗണ്ട് അറ്റ് ദ സെയിം റേറ്റ് ആഫ്റ്റർ 2 years, 2 വർഷം തന്നെ സെയിം എമൗണ്ട് തന്നെ അയാൾ 2 വർഷത്തേക്ക് കൊണ്ട് കോമ്പൗണ്ട്ലി കൊണ്ടിട്ടു. അപ്പോൾ അയാൾക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് വുഡ് ബി ദ ഇൻട്രസ്റ്റ്, അങ്ങനെ അയാൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ ചോദ്യം. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം അയാൾ ഒരു എമൗണ്ട് 8% പലിശയ്ക്ക് 2 വർഷത്തേക്ക് ഇട്ടപ്പോൾ 200 രൂപ കിട്ടി. അതേ എമൗണ്ട് തന്നെ കോമ്പൗണ്ട്ലി കൂട്ടുപലിശ കണക്കാക്കുന്ന രീതിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് തന്നെ അയാൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ പ്രകാരമുള്ള ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് പിന്നെ എമൗണ്ട് കണ്ടുപിടിക്കാം. എമൗണ്ട് അതിനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം നമുക്കിതൊന്ന് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് എമൗണ്ട് കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ. വളരെ ഈസിയാണ്, നമുക്ക് ശ്രദ്ധിക്കാം. അത് സാധാരണ ഇക്വേഷൻ തന്നെ എഴുതാം. I = PNR. അപ്പോൾ I എത്രയെന്ന് പറഞ്ഞത് 200 rupees ആണുള്ളത്. P അറിയില്ലല്ലോ, എത്ര എമൗണ്ടാന്ന് ഒരു തന്നിട്ടില്ല. P × N 2 year ആണ്, 2 വർഷത്തേക്കാണ് ഇട്ടത്. R എന്ന് പറയുന്നത് 8% ആണ്, 8/100 ആണ്. അപ്പോൾ 200 = അപ്പം നമുക്കിവിടെ ഈ 2 100ൽ കണ്ടില്ലേ, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ലേ? എത്ര പ്രാവശ്യം പോവാം? 50 പ്രാവശ്യം. അപ്പോൾ 2നെ നമ്മൾ 100ൽ താഴേക്ക് വെട്ടി 50 പ്രാവശ്യം പോവും. അപ്പോൾ P × 8/50 കണ്ട. ഓക്കെ. ദെൻ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നോക്കിയത്, ഇവിടെ ഇതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് വരിക. ഇവിടെ നമുക്കൊരു 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ 200നെ 50 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇതിനെ 1 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 200 × 50 = P × 8 കണ്ട. 1 ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ 200 × 50, 1 ഇൻറ്റു P × 8, P × 8 തന്നെ. അപ്പോൾ 2 × 5 എത്രയാ? 10. പിന്നെ 1, 2, 3, 1, 2, 3. ഈസി ആയിട്ട് ഇൻറ്റു ചെയ്യേണ്ട കേട്ടോ കാണിക്കണേ. P × 8. അപ്പോൾ P = 10,000. 10,000 അല്ല, നമുക്ക് ഇൻറ്റു ചെയ്തപ്പോൾ ഇവിടെ ഇൻറ്റു ആയിരുന്നല്ലോ. അപ്പോൾ ഇതെന്താവും? ഡിവൈഡ് ആവും. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1250, 1250. ഇത്രയും റുപ്പീസാണ് എമൗണ്ടാണ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ എമൗണ്ടാണ് മറ്റേ ആൾ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അയാൾ തന്നെയാണ് ഇഫ് ദ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി വാട്ട് വുഡ് ബി, അതായത് അയാൾ തന്നെ ഇത് പിന്നെ കോമ്പൗണ്ടിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷത്തേക്ക് തന്നെ പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിന് പകരം കോമ്പൗണ്ടിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റ്, എത്ര പലിശ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എഴുതാം. P
ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഓൾ റേസ് ടു n. അപ്പോൾ ഇവിടെ പി എത്രയാണ്? ഈ എമൗണ്ട് തന്നെ കേട്ടോ, ഈ എമൗണ്ട് തന്നെയാണ് 1250, 1250. 1 പ്ലസ് പെർസെൻറ്റേജ് ഒക്കെ നമ്മുടെ നേരത്തെ പെർസെൻറ്റേജ് തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല, 8% തന്നെയാണ്. അപ്പോൾ 8/100. ഇയറും 2 തന്നെ, അതൊന്നും മാറ്റില്ല, കോമ്പൗണ്ടാന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ 1250 ഇൻറ്റു എത്ര വരും? 1 × 100, 100 + 8, 108/100 ഓൾ റൈസ് ടു 2. അപ്പോൾ 1250 ഇൻറ്റു 108/100 ഇൻറ്റു 108/100 2 പ്രാവശ്യം ചെയ്തു. അപ്പോൾ കോമൺ ആയിട്ട് ഒറ്റ സീറോ ഉള്ളൂ, ആ ഒറ്റ സീറോ നമ്മൾ വെട്ടിക്കളഞ്ഞു. ദെൻ ഇനി ഉള്ളത് നമുക്ക് എഴുതാം. എത്രയാ? 125 അല്ലേ ഉള്ളൂ, വെട്ടിക്കളഞ്ഞപ്പോൾ 125 ഇൻറ്റു 108 ഇൻറ്റു 108/100 ഇൻറ്റു 10 അല്ലേ, എന്നുവെച്ചാൽ 1000, 1000. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1458 ഇത്രയാണ് നമുക്ക് കിട്ടുന്നത് ബൈ 1000. അപ്പോൾ കോമൺ സീറോ നമ്മൾ വെട്ടിക്കളയുന്നു, ബാക്കി എത്ര റുപ്പീസാണ്? 1458 റുപ്പീസാണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ അയാൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം അയാൾ 1250 രൂപയാണ് ഇട്ടത്. അത് വെച്ചിട്ടാണ് അത് കോമ്പൗണ്ടിൽ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് എമൗണ്ട്. അപ്പോൾ എമൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത് അവർ. അപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഇട്ട എമൗണ്ട് എത്രയാണ്? ഇതും ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ എമൗണ്ടും കൂടി നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 1458 മൈനസ് 1250 രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടാൻ പോണേ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ലുക്ക് അറ്റ് ദിസ് പാറ്റേൺ, ഈ പാറ്റേൺ നോക്കാൻ പറയാണ് കേട്ടോ. ഈ പാറ്റേൺ പ്രകാരം അടുത്ത 2 പാറ്റേൺ എങ്ങനെ ഇരിക്കുന്നു അത് നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഇവിടെ 1 2 3. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? ഇത് 12ാമത്തെ കണക്കാണ്. ഇവിടെ 1 2 3 അല്ലേ. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 4 ഇൻറ്റു ഇവിടെ 4 5 6. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 7 ഈസ് ഈക്വൽ ടു ഇവിടെ 2 3 4. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 5 ഇൻറ്റു 3 4 5. അപ്പോൾ അടുത്തത് 6 കണ്ട മൈനസ് 2. ഇതാണ് അടുത്തത്. അങ്ങനത്തെ 2 ലൈൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 2 ലൈൻ ഇപ്പോൾ ഇവിടെ 4 കഴിഞ്ഞാൽ 5 ഇൻറ്റു 7 കഴിഞ്ഞാൽ 8 ഈസ് ഈക്വൽ ടു ഇവിടെയോ 5 കഴിഞ്ഞാൽ 6 ഇൻറ്റു ഇവിടെ എത്ര വരും? 6 കഴിഞ്ഞാൽ 7 മൈനസ് 2. ഇതാണ് പാറ്റേൺ. അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇവരോട് ചോദിച്ചിരിക്കുന്നത് ഇഫ് എ കോമ ബി കോമ സി കോമ ഡി ആർ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ദെൻ ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ഇൻറ്റു ഡി. അപ്പോൾ എ കോമ ബി കോമ സി കോമ ഡി ഇവർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ 1 2 3 4 5 6 7 8 9 അങ്ങനെ, അല്ലെങ്കിൽ 6 7 8 9, അല്ലെങ്കിൽ 5 6 7 8 9, അല്ലെങ്കിൽ 10 11 12 13, അല്ലെങ്കിൽ 13, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 നമ്പേഴ്സാണ് ഇതെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു ഡിയും കാണണം, ബി ഇൻറ്റു സിയും കണ്ടുപിടിച്ചിട്ട് അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പറയണം. അപ്പം നോക്കുമ്പോൾ നമുക്ക് ആദ്യം എ ബി സി ഡിക്ക് ഞാനിവിടെ നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുക്കുകയാണ്. 1 2 3 4.
അപ്പോൾ എയും ഡിയും ആണ് ഇൻറ്റു ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എ ബി സി ഡി. അപ്പോൾ എ ഇൻറ്റു ഡി. അപ്പോൾ എയും ഡിയും തമ്മിലാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 1 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 4. ഇനി ബി ഇൻറ്റു സി. അപ്പോൾ ബിയും സിയും കൂടിയാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു എന്താണ്? 6. ഇവർ തമ്മിലുള്ള ബന്ധം എന്താ കിട്ടിയിരിക്കുന്നത്? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം വന്നിരിക്കുന്നത്? ഈ 4, 6 എന്ന് പറയുന്നത് ഈവൺ നമ്പേഴ്സാണ്. ഈ കിട്ടിയ 2 ഉത്തരങ്ങളും എങ്ങനെയാണ്? ഈവൺ നമ്പേഴ്സാണ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളാണ്. അതെങ്ങനെയാ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരട്ട സംഖ്യകളാണ്. തുടർച്ചയായ കോൺസിക്യൂട്ടീവ് ഇരട്ട സംഖ്യകളാണ്, അഥവാ കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സാണ്. ഇതാണ് അവിടെ പറയുന്നൊരു ഇത്. ദെൻ യൂസിങ് ദ എബവ് പ്രിൻസിപ്പിൾ ഫൈൻഡ് 98 ഇൻറ്റു 101. ഇനി അടുത്തതായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ 98 ഇൻറ്റു 101. കണ്ടോ? 98 ഇൻറ്റു 101. ഇതിൻ്റെ ആൻസർ ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പം 98 ഇൻറ്റു 101 നമുക്ക് ഇതേ രീതിയിലോട്ടേക്ക്, ഈ ഒരു രീതിയിലേക്ക് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു വരുമ്പോൾ ഇവിടെ 4 അല്ലേ, അപ്പോൾ ഇവിടെ 5 വന്നില്ലേ. അവിടെ 98 അല്ലേ, അപ്പോൾ ഇവിടെ എന്ത് വരും? 99 ഇൻറ്റു ഇവിടെ 7. അപ്പോൾ ഇവിടെ ഒരെണ്ണം കുറവ് 6. അപ്പോൾ ഇവിടെ 101 101. അപ്പോൾ ഇവിടെ ഒരെണ്ണം കുറയണ്ടേ, അപ്പോൾ 100. കണ്ട? -2 തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ചെയ്തു. ഈ 99 ഇൻറ്റു 100 എത്ര വരാം? 99 ഇൻറ്റു 100 ഇൻറ്റു ചെയ്യാൻ എളുപ്പവഴി 2 0 കൂട്ടിയിട്ട് കൊടുത്താൽ മതി. -2 ഈസ് ഈക്വൽ ടു കുറച്ച് കഴിയുമ്പോൾ ഇതാണ് ഉത്തരം വരാം. 9898. 9898 അതാണ് ഉത്തരം. കണക്കിലേക്ക് നമ്മൾ പോവാണ്. 18ാമത്തെ കണക്കാണ്. 18ാമത്തെ കണക്കിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞത് നോക്കാം. എ ലാപ്ടോപ്പ് മാനുഫാക്ചറിങ് കമ്പനി ഡിക്രീസസ്, അത് ശ്രദ്ധിക്കണം. ദ പ്രൈസ് ഓഫ് എ പർട്ടിക്കുലർ മോഡൽ ബൈ 10% ഈച്ച് ഇയർ. ഒരു ലാപ്ടോപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഡിക്രീസസ്, കുറയ്ക്കുകയാണ് അതിൻ്റെ വില. ഒരു പ്രത്യേക മോഡലിൻ്റെ വില കുറയ്ക്കുകയാണ്. എത്ര? 10% ഈച്ച് ഇയർ. ഓരോ വർഷവും 10% വെച്ച് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ കറൻറ്റ് പ്രൈസ് ഓഫ് ദിസ് മോഡൽ, ഇപ്പോഴത്തെ അതിൻ്റെ വില എന്ന് പറയുന്നത് 40,000 ആണ്, 40,000 രൂപയാണ്. വാട്ട് വുഡ് ബി ദ പ്രൈസ് ആഫ്റ്റർ 2 years? 2 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വില എത്രയായിരിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ഇത് ഈക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഈക്വേഷൻ. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് P ഇൻറ്റു 1 + 100 P ഇൻറ്റു 1 + R/100 (n) ആണ്. പക്ഷേ ഇവിടെ ഡിക്രീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 1 പ്ലസ് എന്നുള്ളിടത്ത് മൈനസ് ആക്കണം. ഇൻക്രീസ്ഡ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് ചെയ്യണം. അപ്പം നമുക്കിവിടെ ഡിക്രീസസ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ P ഇൻറ്റു 1 മൈനസ് R/100 (n). R സ്മോൾ ലെറ്റർ ഇട്ടാൽ മതി കേട്ടോ, സ്മോൾ ലെറ്റർ ഇട്ടാൽ മതി. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് എത്രയാ? 40,000 4 ഇൻറ്റു 1 മൈനസ് ഇവിടെ എത്ര പെർസെൻറ്റേജാണ് കുറയെന്ന് പറയണത്? 10/100. എത്രയാണ് ഇയർ പറയണത്? ഇയർ പറയണത് 2 വർഷം. കണ്ട? അപ്പോൾ 40,000
100 ഇൻറ്റു ചെയ്യുമ്പോൾ 1 × 100 100 മൈനസ് 10 എത്രയാ 90/100 ഓൾ റൈസ് ടു 2 40 1 2 3 4 ഇൻറ്റു 90/100 ഇൻറ്റു 90/100 അപ്പോൾ 1 2 3 4 ഇവിടെ കോമൺ ആയിട്ട് 1 2 3 കോമൺ സീറോസ് നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കി എന്താ വന്നത് 4 ഇൻറ്റു 90 ഇൻറ്റു 90. അവർ എളുപ്പവഴിയുള്ളത് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാ 9 ഇൻറ്റു 9 81. എന്നിട്ട് ഈ 2 സീറോ ഇട്ട് കൊടുക്കുക. കണ്ട ഇൻറ്റു 4. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് ഇൻറ്റു ചെയ്യാൻ പറ്റണല്ലേ. 4 ഇൻറ്റു 0 0 4 ഇൻറ്റു 0 0 4 ഇൻറ്റു 1 4 4 ഇൻറ്റു 8 32. ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇത്രയായിരിക്കും അതിൻ്റെ വില. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ക്വാഡ്രിലേറ്ററൽ ഷോൺ ബിലോ വിത്ത് ഗീവ് മെഷർമെൻറ്റ്സ്. അവരവിടെ അളവുകളൊക്കെ തന്നിട്ടുണ്ട്. ഈ അളവുകൾ വെച്ചിട്ട് നമ്മളോടൊരു ക്വാഡ്രിലേറ്റർ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ തന്നിരിക്കുന്ന അളവ് എന്ന് പറയുന്നത്, അപ്പോൾ അവരവിടെ ഒരു റഫ് ഫിഗർ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, അതിന് നമ്മളൊരു അവർ പറഞ്ഞ പോലെ തന്നെ ഒരു റഫ് ഫിഗർ. അപ്പം ഞാനിവിടെ വരയ്ക്കാൻ പോണത് ഈ പേന കൊണ്ട് തന്നെ വരയ്ക്കുകയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഒരു റഫ് ഫിഗർ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് 7 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതിന് ശേഷം കണ്ട 7 സെൻറ്റിമീറ്റർ വരച്ചു. പിന്നെ അതല്ല റഫ് ഫിഗർ വരച്ചാൽ മതി. അപ്പോൾ പിന്നെ അളവൊന്നും ഇത് കൃത്യമായിരിക്കണമെന്നില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക. അവരുടെ ഫിഗർ പോലെ തന്നെ കുറച്ച് ഭംഗിയായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഞാൻ വരച്ച ഫിഗർ അത്ര കറക്റ്റല്ല, റഫല്ലേന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളത് വൃത്തിയായിട്ട് റഫ് ഫിഗർ ഇതേ ഷേപ്പിലൊക്കെയായിട്ട് വരയ്ക്കണം. റഫ് ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കണതിനൊക്കെ മാർക്കുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് വരയ്ക്കണില്ല, ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് വരയ്ക്കണേന്നുള്ളത്. ആദ്യം തന്നെ 7 സെൻറ്റിമീറ്ററിലൊരു ഫിഗർ വരയ്ക്കുക. കണ്ടോ 7 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. എന്നിട്ട് AB എന്ന് പേര് കൊടുക്കുക. അതിനുശേഷം നോക്കട്ടോ, ഈ ഒരു പോയിൻ്റ് വരയ്ക്കാനായിട്ട് നമുക്ക് 2 അളവുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പോയിൻ്റ് കിട്ടണമെങ്കിൽ 2 അളവ് വേണം. അപ്പോൾ ഈ Aയിൽ നിന്നും ഇങ്ങോട്ടുള്ള അളവ് എത്രയാണ് നോക്കൂ, 8 സെൻറ്റിമീറ്റർ. അതേപോലെ Bയിൽ നിന്നും ഇതേ പോയിന്റിലേക്കുള്ളത്. ഇവിടെ നമ്മൾ റഫ് ഫിഗർ ഒന്ന് പേര് കൊടുക്കുകയാണ് ABCD. അപ്പോൾ C കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 അളവുകളുണ്ട്. Aയിൽ നിന്നും ഒരളവുണ്ട്, Bയിൽ നിന്നൊരളവുണ്ട്. അപ്പോൾ Bയിൽ നിന്ന് 5 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു ആർക്കിട്ട് കൊടുക്കുക. കോമ്പസിൽ അളന്ന് ഒരു ആർക്കിട്ട് കൊടുക്കുക. അതുപോലെ Aയിൽ നിന്നും 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ ഈ ആർക്കിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വരുന്ന അളവിനെ നമ്മളത് ഇങ്ങനെ ഒന്ന് വരച്ചു. ഇതൊന്ന് ഇങ്ങനെ ഇവിടെ വരണം കേട്ടോ, നീക്കി വരച്ച് മാത്രം കറക്റ്റായിട്ട് വരച്ച് ശരിയാവും. അപ്പോൾ ഇവിടെ ഒരു അളവ് വരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് C കിട്ടിക്കഴിഞ്ഞല്ലോ. Cയിൽ നിന്നും എത്ര സെൻറ്റിമീറ്ററാണ് Dയിലേക്ക് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ Cയിൽ നിന്നും 4 സെൻറ്റിമീറ്ററിലൊരു ആർക്ക് ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് Aയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ, Aയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ ആർക്ക് എടുത്തു ഇങ്ങനെ വരയ്ക്കണം. ഇത് യോജിപ്പിക്കുക. കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ്, ഞാനിവിടെ വരയ്ക്കുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 15ാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോണത്. ഇത് കണ്ട, സം നാച്ചുറൽ numbers can be written as the difference of 2 perfect squares. For example, the 8 is equal to 4 into 2 is 1 is equal to 3 square minus 1 square. And 12 is equal to 4 into 3 into 1 is equal to 4 square minus 2 square. 16 is equal to 4 into 4 into 1 is equal to 5 square minus 3 square. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുകയാണ്, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് 8ൻ്റെ മൾട്ടിപ്പിൾസാണ്.
8, 12, 16 അല്ലേ? 4 × 2 8, പിന്നെ 4 × 3 12, 4 × 4 16. കണ്ടത് ഇതെല്ലാം തന്നെ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇതെല്ലാം തന്നിരിക്കുന്നത്. മാത്രമല്ല ഒരു നാച്ചുറൽ നമ്പറാണ്. അതോടൊപ്പം തന്നെ പിന്നെ എല്ലാം ഏത് നമ്പേഴ്സാണ്? ഈവൺ നമ്പേഴ്സാണ്, ഇരട്ട സംഖ്യകളാണ് ഈ തന്നിരിക്കുന്നതെല്ലാം തന്നെ. ഇപ്പോൾ ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ആസ് 20 ആസ് എ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ഇതുപോലെ തന്നെ 20നെയും നമ്മൾ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് 20നെ എഴുതാനാണ് പറയണത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ എഴുതി പോവാം. എന്താ വെച്ച് കഴിഞ്ഞാൽ 20 = ഇവിടെ 4 തന്നെ അല്ലേ? ഇവിടെ ഫുള്ള് 4 അല്ലേ? അപ്പോൾ ഇവിടെ 4 തന്നെ ഇൻറ്റു ഇവിടെ 3, ഇവിടെ 2 3 4 അല്ലേ? അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 5 ഇൻറ്റു ഇവിടെ എല്ലാം 1 തന്നെ അല്ലേ? അപ്പോൾ 1 = ഇവിടെ 3 4 5. അപ്പോൾ അടുത്തത് എന്താ? 6² മൈനസ് 1 2 3. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 4². ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? 6ൻ്റെ സ്ക്വയർ 36, 4ൻ്റെ സ്ക്വയർ 16, കുറയ്ക്കുമ്പോൾ 20. ശരിയായല്ലോ? ഓക്കെ. ദെൻ ഇനി അതിൻ്റെ ആൾജിബ്രയാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര ദ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ഓൾഡ് മൾട്ടിപ്പിൾസ് ഓഫ് 4 സ്റ്റാർട്ടിങ് വിത്ത്. അപ്പോൾ എല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എഴുതിയിരിക്കുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് 8 ആസ് എ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇത് എഴുതിയിരിക്കുന്ന അതേ ഇതിനെ ആൾജിബ്ര ചെയ്യാനാണ് അവർ പറഞ്ഞത്. ഇനി 16ാമത്തെ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അജയൻ ഡെപ്പോസിറ്റഡ് 20,000 rupees ഇൻ എ ബാങ്ക്. അജയൻ 20,000 രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. വിച്ച് ഗീവ്സ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. കൂട്ടുപലിശയാണ് കണക്കാക്കിയിരിക്കുന്നത്. ആൻഡ് വിജയൻ ഡെപ്പോസിറ്റഡ് ദ സെയിം എമൗണ്ട്. വിജയൻ അതേ എമൗണ്ട് തന്നെ ഇൻ അനദർ ബാങ്ക്, മറ്റൊരു ബാങ്കിൽ, വിച്ച് ഗീവ്സ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ അജയൻ ആനുവലി കോമ്പൗണ്ടഡ് ആണ്, വിജയൻ ഇട്ടത് ഹാഫ് ഇയർലി കോമ്പൗണ്ടഡ് ആണ്. ദ ആനുവൽ എന്ന് വെച്ചാൽ അർദ്ധവാർഷികം. ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%. 8% ഇവരുടെ പിന്നെ ഇൻട്രസ്റ്റ് പലിശ. ഇൻ ബോത്ത് രണ്ട് ബാങ്കിലും അങ്ങനെ തന്നെയാണ്. ആഫ്റ്റർ 2 years ദേ വിത്ഡ്രോ ദയർ ഡെപ്പോസിറ്റ്സ്. 2 വർഷത്തിന് ശേഷമാണ് അവർ ഡെപ്പോസിറ്റ്സ് പിൻവലിക്കുന്നത്. ഹൗ മച്ച് എമൗണ്ട് ഡു അജയൻ ഗെറ്റ്? അജയൻ എത്ര എമൗണ്ട് കിട്ടും എന്നൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കുമ്പോൾ ആദ്യം നമുക്ക് അജയൻ്റെ പേരൊന്ന് എഴുതി വയ്ക്കാം കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. അജയൻ, അജയൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഫോർമുല P × 1 + R/100 all raised to n. P = 20,000. അതെ. പിന്നെ 6 എല്ലാ രണ്ടുപേരുടെ 8% ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 8%. n = 2. അപ്പോൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ × 1 + 8/100 all raised to 2. അപ്പോൾ 20,000 ഇൻറ്റു ഇങ്ങനെ ഇൻറ്റു ചെയ്താൽ പ്ലസ് ചെയ്യുമ്പോൾ 8/100 all raised to 2. 20,000 ഇൻറ്റു 108/100 ഇൻറ്റു 108/100. കോമൺ 0 1 2 3 4. ഇവിടെ 1 2 3 4 വെട്ടിക്കളഞ്ഞു. 2 ഇൻറ്റു 108 ഇൻറ്റു 108. ഇതാണ്. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. കിട്ടുന്ന ഉത്തരം 23,328. 23,328. 23,328 രൂപയാണ് നമ്മുടെ അജയന് കിട്ടുന്നത്. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ഹൗ മച്ച് എമൗണ്ട് ഡിഡ് അജയൻ ഗെറ്റ്? അജയന് എത്ര റുപ്പീസാണ് കിട്ടുക? അപ്പോൾ ഇതാണ് അജയൻ്റെ റുപ്പീസ്.
ദെൻ ഹൗ മച്ച് എമൗണ്ട് ഡിഡ് വിജയൻ ഗെറ്റ്. അപ്പം വിജയൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. വിജയൻ്റെയും ഈക്വേഷൻ ഇത് തന്നെയാണ് കേട്ടോ. ഇക്വേഷൻ ഇത് തന്നെയാണ്. പി ഇൻറ്റു 1 + r/100 ഹോൾ റേസ് ടു n. പി ഈസ് ഈക്വൽ ടു 20,000 തന്നെയാണ്. ആർ ഈസ് ഈക്വൽ ടു 8% തന്നെയാണ്. പക്ഷേ വിജയൻ ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കിലാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹാഫ് ഇയർലി ആണ് കേട്ടോ. അപ്പോൾ അതിവിടെ നമുക്ക് ബ്രാക്കറ്റിലൊന്നും ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. ഹാഫ് ഇയർലി ആണ് കേട്ടോ. ഹാഫ് ഇയർലി ആണ്. അതുകൊണ്ട് 8നെ 2 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4%. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷമാണുള്ളത്? 2 ഇയർ ആണുള്ളത്. 1 ഇയറിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 2. അപ്പോൾ 2 ഇയറിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 4 ഹാഫ് ഇയർലി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് കൊടുക്കുക. ഇതുപോലെ തന്നെ കൊടുക്കുക. ഇൻറ്റു 1 + 4/100 all raised to 4. 2, 3, 4 ഇൻറ്റു 1 × 100 104/100 all raised to 4. 20,000 ഇൻറ്റു 104/100 ഇൻറ്റു 104/100 ഇൻറ്റു 104/100 ഇൻറ്റു 104/100. അപ്പോൾ കോമൺ സീറോസ് നമുക്കൊന്ന് വെട്ടിക്കളയാം. കോമൺ സീറോസ് എത്രയുണ്ട്? 1, 2, 3, 4. അപ്പോൾ ഇവിടെ നിന്നും 4 കളയാം. 1, 2, 3, 4. അപ്പോൾ ഇങ്ങനെ പോയി. ബാക്കി ഇതും പോയി. ബാക്കി 2 ഇൻറ്റു 104 ഇൻറ്റു 104 ഇൻറ്റു 104 ഇൻറ്റു 104 പൈ എത്രയാണുള്ളത്? 10,000. ഇത് ഇൻറ്റു ചെയ്യാൻ എളുപ്പവഴി ഈ 2 സീറോസ് കൂട്ടി എഴുതാം. തന്നെ ഇനി ഇൻറ്റു ചെയ്യുന്നത് ഇതും ഇൻറ്റു ചെയ്യുക, ഇതും ഇൻറ്റു ചെയ്യുക. അതാണ് എളുപ്പവഴി. അപ്പോൾ ആദ്യം ഇതും ഇൻറ്റു ചെയ്യുക. അപ്പം 104 ഇൻറ്റു 104 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10,816. 10,816. ഈ 104 ഇൻറ്റു ചെയ്യുമ്പോൾ അത് തന്നെയല്ലേ ഉത്തരം വരാം. 10,816. എന്നിട്ട് പിന്നെ 2 ഇൻറ്റു 10,816 ഇൻറ്റു 10,816 ഡിവൈഡഡ് ബൈ 10,000. ഇനി ഇത് രണ്ടും ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്തിട്ട് 10,000 ഡിവൈഡ് ചെയ്ത് ഉത്തരം എഴുതാം. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 7,1,7,1,2 ഓൾ ബൈ 10,000. അപ്പോൾ എത്ര സീറോസ് ഉണ്ട്? ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 2, 3, 4. അപ്പോൾ 1, 2, 3, 4. ഇവിടെ സീറോസ് വരും, പോയിൻ്റ് വരും. ഉത്തരം 23,397.17. പോയിൻറ്റിന് 2 സ്ഥാനം ഇട്ടാൽ മതി കേട്ടോ. അത്രയ്ക്കും റുപ്പീസാണ് ആർക്ക് കിട്ടണത്? നമ്മുടെ വിജയന് കിട്ടുന്നത്. അതാണ് ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൂ ഗെറ്റ് മോർ എമൗണ്ട് ബൈ ഹൗ മച്ച്. ആർക്കാണ് കൂടുതൽ എമൗണ്ട് കിട്ടുന്നത്? ഹൗ മച്ച്, എത്ര കൂടുതൽ. അപ്പോൾ ഇവിടുത്തെ ഫിഗർ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മുടെ അജയന് കിട്ടുന്നത് 23,328. 23,328. ഇവിടെ കിട്ടുന്നത് 23,328.
97 റുപ്പീസാണ് അല്ലേ. അപ്പോൾ കൂടുതൽ കിട്ടുന്നത് ആർക്കാണ്? കൂടുതൽ വിജയനാണ് കൂടുതൽ കിട്ടുന്നത്. അതിൻ്റെ എത്ര കൂടുതൽ കിട്ടണമെന്ന് അറിയാനായിട്ട് ഈ ഉത്തരമല്ലേ, ഇതല്ലേ വലുത്, വിജയന് കിട്ടിയ ഇതല്ലേ എമൗണ്ട് അല്ലേ വലുത്. ഇതിൽ നിന്നും അജയന് കിട്ടിയ എമൗണ്ട് മൈനസ് ചെയ്യുക. ഓക്കെ. ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട്. കണ്ട റീഡ് ദ ഇത് കുറേ കാര്യങ്ങൾ ഇവരുടെ തന്നിട്ടുണ്ട്. കണ്ടോ, ഒബ്സർവ് ദ നമ്പർ പിരമിഡ്സ്, കുറേ നമ്പർ പിരമിഡ്സ് തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നോക്കിയേ, 1 2 3, 2 3 5, 3 5 8, ഇവിടെ 2 3 5, 3 4 7, 5 7 12. അതേപോലെ അപ്പോൾ ഇവിടെ പിന്നെ ഇവിടെ റൈറ്റ്. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇത് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ് തന്നേക്കണേ, ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 9 11 4 5 6. ഇവിടെ നോക്കിയേ, 4 + 5 9, 5 + 6 11, 11. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയത് കിട്ടേണ്ടതല്ലേ. അപ്പം 9 + 11 എത്രയാണ് കിട്ടുക? 20. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുക? 20. കേട്ടല്ലോ, സിമ്പിളാണിത്. ദെൻ അതേപോലെ തന്നെ ഇവിടെ വേറെ ഒരു ചോദ്യം കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫൈ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ഇൻ ദ ബോട്ടം റോ ആൻഡ് ദ ടോപ്പ് മോസ്റ്റ് നമ്പർ. അതായത് ഈ ഏറ്റവും മിഡിൽ റോയിലെ ഏറ്റവും ബോട്ടം റോയിലെ ഏറ്റവും താഴത്തെ വരിയിലെ മിഡിൽ നമ്പറും ഇവിടുത്തെ നമുക്ക് കിട്ടിയ ടോപ്പ് മോസ്റ്റ് ആൻസറും തമ്മിലുള്ള ബന്ധം എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ. ഇത് 5, ഇവിടെ കിട്ടാൻ പോണത് 20. അപ്പോൾ 5ഉം 20 തമ്മിലുള്ള ബന്ധം 5ൻ്റെ മൾട്ടിപ്പിളാണ് 20 അല്ലേ. അത് 5 × 4 ആണ് 20. 5നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 20 കിട്ടും കേട്ടോ. 5നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 20 കിട്ടുക. ഇതാണ് അതിൻ്റെ ബന്ധം. അപ്പം നമ്മൾ ബന്ധം എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവിടെ എഴുതി വെച്ചാൽ മതി. 5 × 4 = 20 എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ദെൻ ഒരു സി ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സി ക്വസ്റ്റ്യനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നിട്ടില്ല കേട്ടോ, യാതൊന്നും തന്നിട്ടില്ല. അവിടെ നമ്മൾ കണ്ടുപിടിക്കണം ഏതാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഞാനിവിടേക്ക് ഒന്ന് വലുതാക്കി ഒന്ന് എഴുതി കാണിച്ചു തരാം. ഞാനിവിടെ അതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്, കണ്ട ഇവിടെ 40 19 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഇതേ മോഡലിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 19 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തമ്മിൽ ഏതൊക്കെ തമ്മിൽ പ്ലസ് ചെയ്യുമ്പോഴായിരിക്കും 19 കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഏറ്റവും അടിയിലെ നമ്പർ എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിലും 2 3 4 കണ്ടിന്യൂവസ് നാച്ചുറൽ നമ്പറാണ്. ഇവിടെ 4 5 6 ഇവിടെയും കണ്ടിന്യൂവസ് നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരണം? കണ്ടിന്യൂവസ് ആയിട്ടുള്ളൊരു നാച്ചുറൽ നമ്പർ തന്നെയാണ് നമുക്ക് വരേണ്ടത്. കണ്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് നാച്ചുറൽ നമ്പർ വരും വേണം, എന്നാൽ 19 കിട്ടും വേണം. അപ്പോൾ അത് ഏതായിരിക്കും? 9ഉം 10ഉം. 9 + 10 19 അല്ലേ. ഓക്കെ, 9 + 10 19. അപ്പോൾ ഇവിടെ 9 10 കഴിഞ്ഞപ്പോൾ ഇവിടെ എന്നിട്ട് വരാം, കണ്ടിന്യൂസ് അല്ലേ വരണ്ടേ, കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പറാണ്, തുടർച്ചയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 11 11. അപ്പോൾ ഇവിടെ 9 + 10 19 19. അപ്പോൾ ഇവിടെ 10 + 11 11 10 + 11 എത്രയായിരിക്കും? 21. ഇപ്പം 19 + 21 40. ശരിയായില്ലേ? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ.